പ്രിയമുള്ളവരെ, ഒരു കാലത്ത്, അതായത് 240 കോടി വർഷങ്ങൾക്ക് മുമ്പ്, സർവ ജീവജാലങ്ങളുടെയും ഘാതകനായിരുന്ന, അന്തകനായിരുന്ന, ഏറ്റവും വലിയ ശത്രുവായിരുന്ന ഓക്സിജൻ എങ്ങനെയാണ് ഏറ്റവും വലിയ മിത്രമായി മാറിയത്, ജീവൻ്റെ രക്ഷകനായി മാറിയത് എന്ന കാര്യമാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഓരോ തലമുറ കഴിയും തോറും അതിജീവിച്ച് ഈ അവസ്ഥയിലെത്തിയെന്ന് നമ്മൾ കണ്ടു. മാതാവിൻ്റെയും പിതാവിൻ്റെയും ഓരോ സെല്ലുകൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന പുതിയ സെല്ലിന് മാതാവിൻ്റെയും പിതാവിൻ്റെയും സെല്ലുകൾക്കുണ്ടായിരുന്ന കഴിവിനൊപ്പം തൻ്റെ സെല്ലിൽ ഉണ്ടായ കഴിവുകളും, സ്വന്തമായിട്ടുള്ള കഴിവുകളും തനതായിട്ടുള്ള കഴിവുകളും കൊണ്ട് കൂടിച്ചേരുമ്പോൾ 3 ഇരട്ടി കഴിവുള്ള ഒരു സെല്ലായിട്ട് അത് മാറുകയാണ്. സ്വയം വികസിക്കാനും മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കഴിവ് അതിനുണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ തലമുറ കഴിയും തോറും മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്വതമായി ആർജിച്ചെടുത്ത ആ കഴിവുകളോട് കൂടിച്ചേരുമ്പോൾ 3 ഇരട്ടി കഴിവുള്ള പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നു. ഇനി കഴിവെന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? മറ്റൊന്നുമല്ല, അതിജീവിക്കാനുള്ള ആ പ്രതിഭാസം, അതിജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രതിഭാസം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, ഒരു ശിശു ജനിക്കുമ്പോൾ, മനുഷ്യശിശു ജനിക്കുമ്പോൾ അത് ശ്വസിക്കുകയില്ല. അപ്പോൾ അതിന് ആരെങ്കിലും നേഴ്സോ അല്ലെങ്കിൽ വയറ്റാറ്റൊക്കെ എടുത്ത് തലയും പിടിക്കുമ്പോൾ അത് ശ്വസിച്ചു തുടങ്ങുന്നു. പിന്നീട് പരിചരണം കിട്ടി എന്ന് വെച്ചാൽ അടുത്ത ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട് ഈ അതിജീവിക്കാനായിട്ട്. ഇതിനെ വെച്ച് കാട്ടിലെ മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളോ ഒരു പരിചരണവും വേണ്ട, അത് തന്നെത്താനെ വളർന്നോളും. അതിനാ കഴിവ് എങ്ങനെ കിട്ടി? ഓരോ തലമുറയിലും അത് സ്വയം ഈ പ്രശ്നങ്ങളെ അതിജീവിച്ച് ഈ അവസ്ഥയിലെത്തി. ഇന്നൊരു മനുഷ്യ സ്ത്രീ വനത്തിൽ പോയി പ്രസവിക്കുകയെന്ന് വിചാരിച്ചു. അപ്പോൾ 99% ആ കൊച്ചു വെച്ചെത്തും, അല്ലെങ്കിൽ 99.99% കുട്ടികളും ആ അവസ്ഥയിൽ മരിച്ചു പോകും. 0.01% ഒരു പക്ഷേ രക്ഷപ്പെടും. ആ കുട്ടിക്ക് വളർന്നു കഴിയുമ്പോൾ അടുത്തൊരു തലമുറയ്ക്കോ 0.002% സർവൈവ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. അങ്ങനെ ഓരോ തലമുറ കഴിയും തോറും എന്ത് സംഭവിക്കും? പിന്നെ കാട്ടിൽ പോയി പ്രസവിച്ചാലും ജീവിക്കുന്ന അവസ്ഥയിലേക്ക് വളരും. ഇത് നമുക്കറിയാം, കാട്ടിലെ മൃഗങ്ങൾക്ക് ആശുപത്രിയില്ല, സ്കൂളില്ല, ഹോട്ടലുകളില്ല, അതുപോലെ ഭക്ഷണ സംഭരണ രീതിയില്ല, ട്രാൻസ്പോർട്ടേഷനില്ല. കാരണം എന്താണ്? അതിൻ്റെ ആവശ്യമില്ല. ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള ശക്തിയും കഴിവും അത് ഓരോ തലമുറ കഴിയും തോറും ആർജിച്ചെടുത്തു, അത്രയേ ഉള്ളത്. മനുഷ്യർക്ക് ചില കാര്യങ്ങൾ ആർജിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അവൻ സൗകര്യങ്ങൾ ഉണ്ടാക്കി അതിനെ അതിജീവിക്കുന്നതിന് പകരം അതിനെ എന്താണ് പറയുക, അവൻ്റെ ബുദ്ധി കൊണ്ട് ഓവർകം ചെയ്യാനായിട്ട് വേറെ രീതിയിൽ ശ്രമിച്ചെന്നേ ഉള്ളൂ, നാച്ചുറലി ശ്രമിക്കാതെ. അപ്പോൾ ഒരു കാലത്ത് ഏറ്റവും വലിയ ശത്രുവായതാണ് ഇന്ന് ഏറ്റവും വലിയ മിത്രമാകുക. ഒരു കാലത്ത് ഏറ്റവും വലിയ സഹനവും സംഘർഷവുമായിരുന്നു പിന്നീട് അവൻ്റെ അതിജീവനത്തിൻ്റെ ഒരു സന്തത സഹചാരിയായി മാറും. അപ്പോൾ ചുരുക്കി പറഞ്ഞ് ശത്രു മിത്രമാകുമെന്നർത്ഥം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞതേ ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അവൻ ശത്രു അല്ല, ശരിക്കും പറഞ്ഞാൽ നിന്നെ ആ അവസ്ഥയിലേക്ക് വളർത്തുന്ന ഘടകമാണത്. ഇപ്പോൾ നമുക്കറിയാം, ഒരു മാവേലെ മാങ്ങാപ്പഴം, ഇപ്പോൾ അതിന് മാവായിട്ട് വളരണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യമായിട്ട് അതിൻ്റെ മാംസമായ ഭാഗം നശിക്കണം, തകരണം. അതെങ്ങനെയാണ്? പച്ചി കൊത്തിയോ കത്തി കൊണ്ട് മുറിച്ചോ എങ്ങനെയെങ്കിലും ആരെങ്കിലും കടിച്ചു തിന്നോ? അപ്പോൾ ഈ മാങ്ങാപ്പഴത്തെ ഏതെങ്കിലും ഒരു പക്ഷി കൊത്താൻ വരുമ്പോൾ അയ്യോ അതിന് ശത്രു വരുന്നേ, അതിന് മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചാലോ അത് മാങ്ങയായിട്ടിരിക്കുകയുള്ളൂ എത്ര തലമുറ കഴിഞ്ഞാലും. അതിനെ പക്ഷിയെ കൊത്തി അതിൻ്റെ മാംസമായ ഭാഗമൊക്കെ തിന്ന് ഏതെങ്കിലും മണ്ണിൽ കൊണ്ട് ഇട്ട് അല്ലെങ്കിൽ ചാടി അവിടെ കിടന്ന് വെയിലും മഴയും കൊണ്ട് വെള്ളമൊക്കെ തണുത്താനൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ടായി മുളച്ച് വളർന്ന് അത് വളരും. അപ്പോൾ ഓരോ സഹനങ്ങളെയും ബുദ്ധിമുട്ടിനെയും തരണം ചെയ്താണ് ഈ ജീവജാലങ്ങൾ വളരുന്നത്. അതിനെ വളർച്ച എന്ന് പറയുക.
ഇപ്പം പരിപൂർണ്ണ സുഖവും സന്തോഷമാണ്. പിന്നെ വളർച്ച അവൻ തീർന്നു. ഒരു കല്ലത് പരിപൂർണമാണ്, അതുകൊണ്ട് അതിൻ്റെ പരിപാടി തീർന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ശരിക്കും സഹനങ്ങളെയും വിഷമങ്ങളെയും പ്രശ്നങ്ങളെയും കുരിശുമരണമൊക്കെ ഉണ്ടെങ്കിൽ അതിന് തരണം ചെയ്താലാണ് ജീവനിലേക്ക് വരിക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സഹനങ്ങളെയും വിഷമങ്ങളെയും പ്രയാസങ്ങളെയും അവർ ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞത്. കാരണം ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലെങ്കിൽ സംഭവിക്കും, നമ്മൾ അവിടെ കൊണ്ട് നിൽക്കും. നമുക്ക് ഈ സഹനങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ സഹനം എന്താണെന്നറിയില്ല, അത് വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഒരു തലമുറയ്ക്ക് ആ സഹനം ഉണ്ടായാലോ അതിനെ തരണം ചെയ്ത് കഴിയുമ്പോഴോ അടുത്ത തലമുറയ്ക്ക് ഈസിയായിട്ട് തരണം ചെയ്യാനുള്ള കഴിവുണ്ടാവും. പ്രശ്നങ്ങളെ അതിനെ അവഗണിക്കുക, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള കഴിവുണ്ടാവും. അങ്ങനെ ഓരോ പ്രശ്നങ്ങളെ അത് ഓവർകം ചെയ്യും. ഇപ്പോൾ ആകാശ പക്ഷികൾക്ക് പറക്കാൻ കഴിയും. എന്തുകൊണ്ടാണ്? ആദ്യകാലത്തില്ലായിരുന്നു. പിന്നെ ഇത് സംഭവിച്ചു, ശത്രുക്കളെ കാണുമ്പോൾ പതുക്കെ ചാടി നോക്കി, ഓടി നോക്കി, എന്നിട്ട് രക്ഷപ്പെടാൻ പറ്റണല്ലോ അടുത്ത തലമുറ നോക്കിയപ്പം. മറ്റു മൃഗങ്ങളെ പോലെ ഓടി നോക്കി, ചാടി നോക്കി, ഇഴഞ്ഞു നോക്കി രക്ഷപ്പെടാൻ പറ്റണല്ലോ, പിടിച്ചു തിന്നുക. അപ്പോൾ അവസാനം സംഭവിച്ചു, ഇങ്ങനെ സർവൈവ് ചെയ്ത് അവർക്കൊരു കഴിവുണ്ടായതാണ് ഒരു 5 അടി പൊക്കത്തിലേക്ക് പോകാനുള്ള, പിന്നെ 10 അടി, പിന്നെ 20 അടി, 30 അടി, അങ്ങനെ മുകളിലൂടെ പറക്കാനുള്ള കഴിവുണ്ടായി. അങ്ങനെയാണ് കഴിവുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ വികസിക്കുക. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കഴിവുകൾ എന്ന് പറയുന്നത് സഹനങ്ങളെയും പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും കുരിശുകളെയൊക്കെ അതിനെ ഓവർകം ചെയ്യാനുള്ള അതിനാണ് കഴിവെന്ന് പറയുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇങ്ങനെ കുരിശെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞേ. നീ കുരിശെടുത്തുകൊണ്ട് വന്നാലേ അതിൽ മരിച്ച് നിനക്ക് അതിനെ അതിജീവിക്കാനുള്ള കഴിവുണ്ടാവുള്ളൂ. നീ നിൻ്റെ ജീവിതത്തിന് ദൈനംദിന കുരിശുകൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം തീർന്നു. നമുക്കറിയാം, ചിന്തിച്ചു നോക്കി, പല തലമുറകളും ഇന്നില്ല. കാരണം എന്താണ്? അവർ സുഖത്തിൻ്റെ ഇതിൻ്റെ അവർക്ക് സഹനത്തിൻ്റെ ആവശ്യം ഉണ്ടായില്ല. പല രാജകുടുംബങ്ങളും ഇന്നില്ല, കാരണം സഹനങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ പല രാജകീയ കുടുംബങ്ങളും നമുക്കറിയാം, അവർ ഈ സഹനങ്ങളൊക്കെ മക്കളെ അനുവദിച്ചു. ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ ടി വിയിലൊക്കെ ന്യൂസ് വായിച്ചു. അതായത് ഈ നമ്മുടെ ഈ ഗുജറാത്തിലുള്ള കോടീശ്വരന്മാരുടെ മക്കളെയൊക്കെ അവരെന്ത് ചെയ്യും, അവർ കുറേ ദിവസം വെറുതെ അങ്ങ് ഇറക്കി വിടും. നീ എവിടെയെങ്കിലും സ്വയം ജീവിക്കാൻ പറയും. അപ്പോൾ അവരേതെങ്കിലും കേരളത്തിലോ എവിടെയെങ്കിലും വന്നിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ പോയി എച്ചിൽ കഴിയും പാത്രം കഴിയുമൊക്കെ അവർ ജീവിക്കാൻ പഠിക്കും. അപ്പോഴേ അടുത്ത തലമുറയ്ക്ക് കഴിവുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അതുകൊണ്ട് തീർന്നു. അടുത്ത തലമുറയ്ക്ക് ഒരു കഴിവുണ്ടാവില്ല, മടിയനുമാവും, അവൻ്റെ ജീവിതം തീർന്നു, അവൻ്റെ വംശവും തീരും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സഹനങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളതിനെ അതിജീവിക്കണം. അതിനെ കണ്ട് പേടിച്ചോടുമല്ല വേണ്ടേ. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ചു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് വേണ്ടെന്നേ. അപ്പോൾ എന്ത് സംഭവിക്കും? അതായത് ഞാൻ ഇന്നിപ്പം കുറേ സഹനങ്ങളെയും വിഷമങ്ങളെയും പ്രയാസങ്ങളെയൊക്കെ ഓവർകം ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ അടുത്ത തലമുറയ്ക്ക് അതിന് ഈസിയായിട്ട് ഓവർകം ചെയ്യാനും മറ്റ് പല പ്രശ്നങ്ങളെയും കൂടുതൽ ഓവർകം ചെയ്യാനും സാധിക്കും. അതിന് ചിന്താശക്തി വർദ്ധിക്കും, ബുദ്ധിശക്തി വർദ്ധിക്കും. അപ്പം ഞാനിപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ വിഭിന്നമായിട്ട് ഇങ്ങനെ ചിന്തിക്കാനുള്ള കഴിവ് എനിക്ക് എങ്ങനെയുണ്ടായി? ഞാൻ കുഞ്ഞുനാൾ മുതൽ മാതാപിതാക്കളെ കാണാതെ, അവരുടെ യാതൊരു സഹായം ലഭിക്കാതെ, അവരാരാണെന്ന് എന്താണെന്ന് അറിയാതെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് വളർന്നതുകൊണ്ടാണ് എനിക്ക് വിഭിന്നമായിട്ട് ചിന്തിക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ എനിക്കും മറ്റുള്ളവരെ പോലെ ചിന്തിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ ഒരു വിഷമവും പ്രയാസവും വരുമ്പോൾ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിനക്ക് മറ്റുള്ളവരെ കൂടുതലുണ്ടോ? ചിന്തിച്ചോളൂ. നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെന്ന് പറയാൻ കാരണം ഇത്രേ ഉള്ളൂ, നിനക്ക് അതിജീവനത്തിൻ്റെ കുറേ കൂടി കഴിവുണ്ടായെന്നേ അർത്ഥമുള്ളൂ. അടുത്ത തലമുറയ്ക്ക് അടുത്ത കഴിവുണ്ടാവും. അപ്പോൾ നോക്കി, ഇപ്പോൾ എനിക്കിന്ന് ഉള്ള ഈ കഴിവുകൾ എൻ്റെ അടുത്ത തലമുറയ്ക്ക് അത് കൂടുതൽ കിട്ടുവാണ്. കാരണം അവരുടെ കഴിവോടെ കൂട്ടിച്ചേർക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് നോക്കുക. അപ്പോൾ എന്നോട് അടുത്ത് കഴിയുന്നവർ, എൻ്റെ വാക്കുകൾ കേൾക്കുന്നവർ, എന്നെ വിശ്വസിക്കുന്നവർക്കൊക്കെ ആ കഴിവുകൾ ഷെയർ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അവർക്ക് ഞാൻ ഷെയർ ചെയ്യുന്ന കഴിവുകളും ചിന്തകളും അറിവുകളും അവരുടെ അറിവുകളോട് കൂടി ചേർക്കുമ്പോൾ അവർക്ക് എന്നേക്കാൾ അറിവുണ്ടാവും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, എന്നെ വിശ്വസിക്കുമെങ്കിൽ ഞാൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ തന്നെയല്ല, ഇവയേക്കാൾ കൂടുതൽ നിങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത്, വിശ്വസിക്കാൻ പറഞ്ഞു കർത്താവിൽ. അപ്പോൾ നമ്മൾ എത്രമാത്രം ദൈവത്തോട് അടുത്ത് നിൽക്കുന്നോ, വചനത്തിൽ വിശ്വസിക്കുന്നോ,
പ്രാർത്ഥിക്കുന്നുവോ, അപ്പോൾ എന്ത് സംഭവിക്കും? ഓരോ തലമുറകളിലൂടെ പ്രാർത്ഥനകളിലൂടെ ആർജിച്ചെടുത്ത ആ വിശ്വാസത്തിൻ്റെ അംശം നമുക്കും കിട്ടുമ്പോൾ, നമ്മുടെ കഴിവും വിശ്വാസത്തെ കൂടിച്ചേർക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്ന അത്രയേ ഉള്ളൂ. അപ്പോൾ കർത്താവായ യേശു വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബം രക്ഷപ്രാപിക്കുന്നവർ അർത്ഥം എന്താണ്? കർത്താവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ കർത്താവിൻ്റെ ചിന്തകളും രീതികളൊക്കെ നമുക്ക് ലഭിക്കുകയും നമ്മുടെ കഴിവുകളുമായിട്ട് അതിന് കൂടിച്ചേർക്കുമ്പോൾ അത് വികസിക്കുകയും വളരുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ തലമുറയും രക്ഷപ്പെടും. അത്രയേ ഉള്ളൂ, ഓരോ തലമുറ കഴിയും തോറും. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാം, കൂടുതൽ ചിന്തിക്കാം, കൂടുതൽ ധ്യാനിക്കാം. അടുത്ത എപ്പിസോഡുകളിൽ നിങ്ങൾ എൻ്റെ ചിന്തകളെ അനുധാവനം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ദൈവം, വിശ്വാസം, ശരണം, വിശുദ്ധി, വിനയം, പുണ്യങ്ങൾ, പാപങ്ങൾ, സ്വർഗം, നരകം, ജീവൻ, മരണം, ബൈബിള്, ഉദ്ധാനം, ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള എല്ലാ ലിമിറ്റേഷൻസും, അറിവിൻ്റെ ആ ഒരു പരിമിതികളെ അല്പം കൂടി തരണം ചെയ്ത് ആ അറിവിൻ്റെ വികാസത്തെ വികസിപ്പിക്കാനുള്ള സാധ്യതകളുണ്ടാവും. ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.